ഉള്ളവരെ ഇന്നലെ വൈകിട്ടത്തെ TV ന്യൂസ് കണ്ട് കേരളത്തിലെ മതേതര മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യരും ഞെട്ടിത്തെറിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം മതേതര ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ മതങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള ഭരണവ്യവസ്ഥ. അത്തരമൊരു ഭരണവ്യവസ്ഥ നടക്കുന്ന കേരളത്തിലെ ഭരണസ്ഥിരാകേന്ദ്രമായ രാജ്ഭവനിൽ ഒരു ഭാരതാംബയുടെ കാവ്യവൽക്കരിക്കപ്പെട്ട പ്രതിമ ചിത്രം അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തിയ ആ പിടിവാശി, അദ്ദേഹം അവിടെ നിന്ന് ആ ചിത്രം എടുത്തു മാറ്റില്ലെന്ന് പ്രഖ്യാപിച്ചതും മാത്രമല്ല, അതിനുവേണ്ടി അവിടെ ആരെങ്കിലും മതേതരവാദികളോ DYFIയോ SFIയോ ഒരു സമരം പോലും നടത്തിയില്ല എന്നത് നിങ്ങൾ ഓർക്കണം. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും സമരമുഖത്തുണ്ടായിരുന്ന ഈ DYFIയും SFIയും ഒന്നും ഇപ്പോഴൊരക്ഷരം മിണ്ടുന്നു പോലുമില്ല. കേരളത്തിൻ്റെ മതേതരത്വത്തെ കൊല ചെയ്ത് കുരുതി കഴിച്ചിട്ട് പോലും ഒരക്ഷരം മിണ്ടാതിരിക്കെ ഇന്നലെ വൈകിട്ട് നമ്മൾ TV യിൽ കണ്ട കാഴ്ച, ആ ചടങ്ങിൽ, പരിസ്ഥിതി ദിന ചടങ്ങിൽ രാജ്ഭവനിൽ പങ്കെടുക്കാതിരുന്ന കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിൻ്റെ വീട്ടുപടിക്കൽ, അതായത് കായംകുളത്ത് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ RSSകാരെല്ലാം ചേർന്ന് വചസ്പതി എന്തോ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കാവ്യവൽക്കരിക്കപ്പെട്ട ഭാരതാംബയെ പ്രതിഷ്ഠിച്ച് പുഷ്പാർച്ചന നടത്തി പൊതുസമ്മേളനവും പ്രസംഗവും മുദ്രാവാക്യങ്ങളും ദേശീയ ഗാനാലാപനവും നടത്തി അവർ പിരിഞ്ഞപ്പോൾ അത് തടയാനെത്തിയ CPIയുടെ പ്രവർത്തകരെ മുഴുവൻ ഈ പിണറായി വിജയൻ്റെ പോലീസുകാരെ തടഞ്ഞുകൊണ്ട് BJP RSS സംഘപരിവാർ സംഘടനകൾക്ക് അവിടെ ഒരു പ്രതിഷേധം ഇവിടെ നടത്താൻ BJP സംഘപരിവാർ സംഘടനകൾക്ക് പിണറായി വിജയൻ്റെ പോലീസ് അനുവദിച്ചു കൊടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ട് ഞെട്ടിത്തെറിച്ചു പോയത്. ഞാനാകെ ഞെട്ടിത്തെറിച്ചു പോയി. കാരണം പിണറായി വിജയൻ RSS ആണോ BJP ആണോ മാർക്സിസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. ഒരു സംശയമില്ല, അദ്ദേഹം RSS ആണ്, മാർക്സിസ്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം മറന്നുപോയെങ്കിൽ ഞാനൊരു ചരിത്രം ഓർമ്മിപ്പിക്കാം. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി, ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രം അവിടെ ശിലാന്യാസം നടത്താൻ അനുവദിച്ചു. അതിൻ്റെ ചരിത്രം പിണറായി വിജയൻ അറിയാവുന്നതാണ്. 1948 ആദ്യമായി അവിടെ ഒരു രാമവിഗ്രഹം കണ്ടെത്തുന്നത്. ബാബറി മസ്ജിദിൽ അങ്ങനെ ഒരു രാമവിഗ്രഹം കണ്ടെത്തുകയും അതിനെ തുടർന്ന് അവിടെ ആരാധന നടത്താനെത്തുകവരെ തടഞ്ഞുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ പന്ത് നെഹ്റുവിനെ വിവരം അറിയിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹം എടുത്ത് അങ്ങ് ആറ്റിൽ കളഞ്ഞേക്കാനാണ്. അദ്ദേഹം അത് ചെയ്തില്ല. പകരം അവിടെ ആ ക്ഷേത്രം അടച്ചുപൂട്ടി. അന്ന് അടച്ചുപൂട്ടിയ 1948 അടച്ചുപൂട്ടിയത് രാജീവ് ഗാന്ധി ഇവിടെ 84 അധികാരത്തിൽ വന്നപ്പോൾ ഹൈന്ദവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. കിട്ടിയ അവസരം മുതലാക്കി LK അദ്വാനി ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് രഥയാത്ര നടത്തിയപ്പോൾ കല്യാൺ സിംഗ് തടഞ്ഞില്ല. അതിനുശേഷം അവിടെ നിന്ന് അവർ 92 ഡിസംബർ 6 ഇവിടെ മതേതര മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് RSSകാർ ആ ബാബറി മസ്ജിദ് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം 98 വാജ്പേയി അതിൻ്റെ പിന്നാലെ അധികാരത്തിൽ വന്ന് 13 ദിവസം ഭരിച്ചു. അതിനുശേഷം 98 വന്ന് 5 വർഷം ഭരിച്ചു. നിർഭാഗ്യവശാൽ കാർഗിൽ യുദ്ധത്തിൽ ശവപ്പെട്ടി കുംഭകോണ കേസിൽ അദ്ദേഹം അധികാരത്തിന് പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും 10 വർഷത്തിന് ശേഷം 2004 വരെ ഭരിച്ച BJPയുടെ വാജ്പേയിക്ക് ശേഷം 10 വർഷത്തിന് ശേഷം ഗുജറാത്ത് കലാപമെല്ലാം മുതലെടുത്ത് അടുത്ത
നരേന്ദ്രമോദി അധികാരം പിടിച്ചെടുത്തു. 10 വർഷം കൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ കോൺഗ്രസ് വിറ്റുമുടിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും മുഴുവൻ വിറ്റുമുടിച്ചു. ലക്ഷോപലക്ഷം കോടികളെ അദാനിയുടെയും അംബാനികളുടെയും കയ്യിലെത്തിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പട്ടിണി പാവങ്ങൾക്ക് 5 കിലോയും 4 കിലോയും റേഷനരിയും 2 കിലോ ആട്ടയും കൊടുത്ത് അവരെ സുഖിപ്പിച്ച് നിർത്തി. ഇവിടെ 2024 രാമക്ഷേത്രവും പണി കഴിപ്പിച്ചു. അദ്ദേഹം വിജയ് ശ്രീലാളിതനായി ഉത്തരേന്ത്യ മുഴുവൻ സകല ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കി അടിച്ചമർത്തി ഭീഷണിപ്പെടുത്തി ഹൈന്ദവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി അർലേക്കർ എന്ന ഗവർണർ ഇവിടെ ഈ മതനിരപേക്ഷതയെ തകർത്ത് ഇവിടെ മതവൽക്കരണം നടത്തുമ്പോൾ അതിനൊത്താശ ചെയ്ത പിണറായി വിജയൻ മനസ്സിലാക്കണം. പിണറായി വിജയൻ മാത്രമല്ല, നമുക്കറിയാം കോൺഗ്രസ്സുകാർ ഇവിടെ എല്ലാവരും മതേതരവാദികളാണ്, മതേതരത്വമാണ് പ്രസംഗിക്കുന്നത്. നമുക്കറിയാം പാലക്കാട് ഇലക്ഷന് മുമ്പ് പാലക്കാട് നഗരസഭയിൽ ഏതോ ഒരു സ്ഥാപനത്തിന് ഗോൾവാക്കറുടെ പേരിടുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാർ അവിടെ നടത്തിക്കൂട്ടിയ മതേതര പ്രവർത്തനങ്ങളും അവരവിടെ മുദ്രാവാക്യം വിളിയും കരോവ നടത്തലും സമരം നടത്തലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ വീരപുത്രൻ വീരശൂര പരാക്രമി എന്ന് അഭിമാനിക്കുന്ന അദ്ദേഹമൊക്കെ RSSകാരെ വെല്ലുവിളിച്ചു, സകല കോപ്രായങ്ങൾ നടത്തിക്കൂട്ടി. പക്ഷേ ഇപ്പോഴവരൊക്കെ എവിടെ പോയി? എന്തിനു വേണ്ടി? ജനങ്ങൾ മനസ്സിലാക്കണം, ഇവരൊക്കെ വോട്ട് നേടി അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തിക്കൂട്ടുന്ന പ്രഹസനമാണ് ഈ കപട മതേതരവാദികൾ. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ നടത്തുന്നത്. ഈ അവസരം മുതലെടുത്ത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് 5, 10, 15, 20 വർഷത്തിനുള്ളിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ തള്ളിക്കൊണ്ട് ഇവിടെ BJP ഭരിക്കും. അന്ന് ഇന്നത്തെ ഈ DYFIക്കാരും SFIക്കാരും മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാം അടിമകളായി വീടിനുള്ളിലും നാട് വിട്ടുപോയി ഒളിച്ചു കിടക്കേണ്ട അല്ലെങ്കിൽ കൊന്നുകളയുന്ന ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് കഴിക്കണമെന്നും എന്ത് വസ്ത്രം ധരിക്കണമെന്നും വരെ തീരുമാനിക്കുന്ന വർഗീയ ശക്തികൾ ഇവിടെ വളർന്നു വരുമ്പോൾ അവരെ തടയാൻ കഴിയാതിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിനും മാർക്സിസ്റ്റുകാർക്കും അല്പാൽപ്പം ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ കുരയ്ക്കുന്നെന്നല്ലാതെ യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത കുരപ്പുകളാണ് ഇവിടെ സഖാക്കൾ ചെയ്തു കൂട്ടുന്നത്. അവർക്ക് മതേതരത്വം സംരക്ഷിക്കുന്നതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതിൻ്റെ ഫലമായി ഇവിടെ വരാൻ പോകുന്ന ഇത് തടയാൻ, ഈ വർഗീയ ശക്തികളുടെ തേരോട്ടം തടയാൻ നമുക്കിനി അവസാന മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ: വേടൻ്റെ രാഷ്ട്രീയം. നിങ്ങൾക്കറിയാം വേടൻ്റെ രാഷ്ട്രീയം. ഞാൻ പാണനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല. ആണെങ്കിലൊരു മൈരുവില്ലെന്ന് പറയുന്ന വേടൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കൂടുന്ന ജനങ്ങൾ, തടിച്ചു കൂടുന്ന ജനക്കൂട്ടത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ മതേതരവാദികളാണെങ്കിൽ വേടൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്കൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുത്തി ഈ പിണറായി വിജയനെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ RSSൻ്റെ പടയോട്ടത്തിൽ നിന്ന്, വർഗീയ ശക്തികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് കേരള ജനതയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.